ഒരു ആലിമിന്റെ മരണം. ലമൗതു ഖബീലത്തിൻ ഐസറു മിൻ മൗതി ആലിം. ഒരു വലിയ ഗോത്രം, ആ ഗോത്ര സമൂഹത്തിന്റെ മൊത്തം മരണം ഒരു പണ്ഡിതന്റെ മരണത്തെക്കാൾ എത്രയോ നിസ്സാരമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വലിയ ഗോത്രം അങ്ങനെ തന്നെ മരിക്കുകയാണ്. അതേ സമയത്ത് ഒരു ആലിമ് മരിക്കുകയാണ്. ഏറ്റവും വലുത് ആലിമിന്റെ മരണമാണ്. കാരണം എന്തേന്ന് ചോദിച്ചാൽ, ഒരു ആലിമിന്റെ മരണം കൊണ്ടുണ്ടാകുന്നത് വലിയ ഒരു നഷ്ടമാണ്. അദ്ദേഹം ഉണ്ടാക്കി വച്ച, നോക്കി വച്ച കിതാബുകളും ഇൽമുകളും എന്നേക്കുമായി ഇല്ലാതെയായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ ആ പണ്ഡിതന്റെ ഇൽമ്, അതോടുകൂടെ ആ ഇൽമ് ഇനി വേറൊരാൾക്ക് ഉപകാരം, അദ്ദേഹം പറഞ്ഞു വെച്ചത് ഉപകാരപ്പെടുമെങ്കിലും അദ്ദേഹത്തിന്റെ ഇൽമ്, അദ്ദേഹം പഠിച്ച ഇൽമ് വേറെ ആർക്കും കിട്ടുകയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു വെച്ച ഇൽമ് പല ആളുകൾക്കും കിട്ടിയെന്ന് വരും. അതേ സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയാന്തരങ്ങളിലുള്ള ഒരുപാട് ഇൽമുകൾ അതിനി വേറെ ആർക്കും ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് മഹാന്മാര് പറഞ്ഞ ഉദ്ധരണികളും വലിയ വർത്തമാനങ്ങളുമുണ്ട്. പരിശുദ്ധ ദീനിന്റെ ഒരു വലിയ വിടവാണ് ഒരു ആലിമിന്റെ മരണത്തിലൂടെ സംഭവിക്കുന്നത്. ഒരു പണ്ഡിതൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജലത്തിലെ വലിയ കടലുകളിലുള്ള മത്സ്യങ്ങൾ വരെ കരയുമത്രേ. അന്തരീക്ഷങ്ങളിലുള്ള പക്ഷികൾ വിലപിക്കും. അതുപോലെ തന്നെ ഒരു ആലിമിന്റെ മരണം സംഭവിച്ചാൽ ആ ആലിമിന്റെ സ്മരണ അത് എന്നും ഭൂമി ലോകത്ത് നിലനിൽക്കുകയും ചെയ്യും. ഇങ്ങനെ ധാരാളം തത്വജ്ഞാനികളായ ആളുകൾ ഒരു പണ്ഡിതന്റെ മരണവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിദ് മസ്ഊദ് സഖാഫി ഉസ്താദ് പരിശുദ്ധമായ ഖുർആനെ പൂർണ്ണമായി ഹിഫ്ളാക്കി. അത് സാധാരണ ഹിഫ്ളാക്കിയാൽ ചിലർക്കൊക്കെ അത് മറക്കപ്പെടാറുണ്ട്. പക്ഷേ ആ ഹിഫ്ള് പൂർണ്ണമായി അത് ഹിഫ്ളായിട്ട് തന്നെ കാത്തു സൂക്ഷിക്കാൻ ഉസ്താദ് അവർകൾ പരമാവധി ശ്രമിച്ചു എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഉസ്താദ് അവറുകള് നല്ല ഒരു ആലിമാണ്. വർഷങ്ങളായി ബഹുമാനപ്പെട്ട ചെറിയ എ.പി. ഉസ്താദിന്റെ ദർസിൽ മുതഅല്ലിമായി ചേർന്ന് പഠിച്ച് പലപ്പോഴായി ആ ഉസ്താദിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ഉസ്താദിനെ പോലെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തി ഉസ്താദിന്റെ ഒരു ശരിയായ ശിഷ്യനായി വളർന്ന് ജാമിയ മർക്കസ് സഖാഫത്ത് സുന്നിയിൽ നിന്ന് സഖാഫി ബിരുദവും കരസ്ഥമാക്കി വർഷങ്ങളോളം ദർസ് നടത്തി അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിന്ന് ആ പ്രഭാഷണ വിഷയങ്ങളെല്ലാം വളരെ ഗൗരവമുള്ളതും വിശുദ്ധമായ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ പുഞ്ചിരിച്ചും നരകത്തെക്കുറിച്ച് പറയുമ്പോൾ കരഞ്ഞും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുമ്പോൾ ആ മദ്ഹ് പറയേണ്ട ആ ആദരവോടെ ബഹുമാനത്തോടുകൂടി അതെല്ലാം അവതരിപ്പിച്ചു. അങ്ങനെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും വിദേശ രാജ്യങ്ങളിലും അടക്കം നിരവധി യാത്രകൾ നടത്തി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതി ഹദീസുകൾ പറഞ്ഞ് ജനങ്ങൾക്ക് വലിയ ഉപദേശം നടത്തിയ വലിയ ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് അവർകൾ. അള്ളാഹു ഉസ്താദിന്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. ഉസ്താദിനിക്ക് അള്ളാഹു നമ്മൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ വലിയ ഗുണം അള്ളാഹുവെ ഉസ്താദിന്റെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാഹ്. ഞാൻ കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല. നമ്മളെല്ലാവരും ആ ഉസ്താദിന് വേണ്ടി ഒരുപാട് തഹ്ലീൽ ചൊല്ലിയവരുണ്ട്, ദിക്ർ ചൊല്ലിയവരുണ്ട്. അതനെയും കുടുംബത്തിൽ തന്നെ ധാരാളം ആളുകൾ. ഇന്നൊരാള് ഒരു ദിക്റിന്റെ എണ്ണം എന്നെ അറിയിച്ചത് ഉസ്താദിന്റെ പേരിൽ ചൊല്ലിയ ദിക്റിന്റെ എണ്ണം 1,56,000 ദിക്റുകൾ ഞാൻ ഉസ്താദിന് വേണ്ടി സ്വന്തമായൊരു ഉമ്മ ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ
15,000-വും 20,000-വും 50,000-വും 70,000-വും ലക്ഷവുമൊക്കെ ദിക്റുകൾ ആ വലിയ ഉസ്താദിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ചൊല്ലിയിട്ടുണ്ട്. ഉസ്താദ് ഉസ്താദിൻ്റെതായി ഇന്ന് നമ്മൾ ഞാൻ ഇന്ന് കേട്ട ഒരു പ്രഭാഷണമാണ്. ഒരു സ്വർഗത്തിൽ കിടക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ കുറിച്ച് ഉസ്താദ് പറയുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അധ്യാപനം. ഒരു സ്വർഗത്തിൽ കിടക്കുന്ന സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ ഉസ്താദ് പറയാണ്, ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ. ഭർത്താവ് മരണപ്പെട്ടു. ആ സ്ത്രീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ കുറെ മക്കളെ കൊടുത്തിട്ടുണ്ട്. ആ മക്കളെ ആ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ നല്ല റാഹത്തോടെ അവരെ പോറ്റി വളർത്തി. ആ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ തന്റെ ശരീരത്തിനെ ഹബസിട്ട് മറ്റ് ചിന്തകളിലേക്കോ മോശങ്ങളിലേക്കോ ഒന്നും പോകാതെ നല്ല ഒരു സഹോദരിയായി ഭാര്യയായി ജീവിച്ച് അങ്ങനെ അങ്ങ് മക്കളെ നന്നായി പോറ്റി വളർത്തിയ ഒരു സഹോദരി. ആ സഹോദരിക്ക് സ്വർഗമുണ്ട് എന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അധ്യാപനങ്ങളെ ഉദാഹരണമാക്കി അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം, ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം പറയാണ്. ആ ഉദാഹരണം പോലും തന്റെ മരണത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം അദ്ദേഹം ഉദാഹരണം പറയാൻ, ഉദാഹരണത്തിന് ഒരു ഭാര്യ, ആ ഭാര്യക്ക് ഭർത്താവ് മരണപ്പെടുമ്പോൾ 3 ചെറിയ മക്കളുണ്ട്. ആ 3 ചെറിയ മക്കൾ, ഒരാൾ 4-ൽ പഠിക്കുന്നു, ഒരാള് 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാള് ചെറിയ കുട്ടിയാണ്. അങ്ങനെയുള്ള ഒരു ഭാര്യയുടെ ഒരു ഭർത്താവ് മരണപ്പെടുകയാണ്. അപ്പൊ ഉദാഹരണം പറയുമ്പോൾ പോലും അദ്ദേഹം അത് 3-ൽ പരിമിതപ്പെടുത്തി. അദ്ദേഹത്തിന് 3 മക്കളാണ്. ആ മക്കളെ എന്നിട്ട് അദ്ദേഹം ഇതിന്റെ ഉദാഹരണമാണെന്ന് പറയുന്നുണ്ട്. എന്നാലും അത് തന്റെ മരണത്തിലേക്കുള്ളൊരു സൂചനയാണ് എന്നത് അറിയാതെ പറയുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളായി നമ്മളതിനെ മനസ്സിലാക്കുകയാണ്. മാഷാ അല്ലാഹ്, മരണത്തെ മുൻകൂട്ടി കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്റെ ഒരു സംസാരം നമ്മൾ കേട്ടു. ജ്യേഷ്ഠൻ പറയുന്നത്, നേരത്തെ മരണത്തിന് വേണ്ടി ഒരുങ്ങിയതുപോലെയുള്ള ഒരു വല്ലാത്ത ഒരു പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ അനുജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എല്ലാ കാര്യങ്ങൾ മറ്റു വിഷയങ്ങൾ പറഞ്ഞു വെക്കുന്നതിലും അതുപോലെ തന്നെ പതിവിന് വിപരീതമായ കുറെ കാര്യങ്ങൾ. പാടന്തറയിൽ ചെന്നപ്പോൾ അവിടെ മഹത്തായ ദേവർഷോല ഉസ്താദിന്റെ സ്ഥാപനത്തിൽ 2 സഹോദരിമാരുടെ മക്കൾ പഠിക്കുന്നുണ്ട്. ആ മക്കളെ സാധാരണ അങ്ങോട്ട് ഗൂഡല്ലൂര് പാടന്തറയിലേക്ക് പോയാൽ ആ മക്കളെ കാണാനൊന്നും പോകാറില്ല. പക്ഷെ അന്ന് ആ മക്കളെ കണ്ടുപോയിട്ട് ആ 2 സഹോദരിമാരുടെ മക്കളെ പോയി കണ്ട് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരോട് ദുആ ചെയ്യിപ്പിച്ചിട്ടൊക്കെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ. മരണത്തിലേക്ക് ഞാൻ പോവുകയാണ്, ഞാൻ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധമായ ദിക്റുകളും 4 മണിക്ക് വന്ന് കിടന്നുറങ്ങി 5 മണിക്ക് എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് അങ്ങനെ അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളുമെല്ലാം ഒരു മരണത്തെ മുൻകൂട്ടി കണ്ടതുപോലെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് വലിയൊരു നഷ്ടം, തീരാത്തൊരു നഷ്ടമായി ഉസ്താദ് അവറുകളുടെ വിടവ് ഉണ്ടായത് നമുക്ക് അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ഏതായിരുന്നാലും ഈ സമയത്ത് നമുക്ക് ദുആ ചെയ്യാനേ കഴിയുകയുള്ളൂ. അല്ലാഹുവേ, ഉസ്താദിന് ഖബറിൽ വലിയ സന്തോഷം നീ നൽകണേ അല്ലാ. ഖബർ നീ വിശാലമാക്കണേ അല്ലാ.